പ്രശസ്ത പത്രപ്രവർത്തകനും ദ കാരവൻ മാഗസിൻ്റെ എഡിറ്ററുമായിരുന്ന വിനോദ് കെ ജോസ് അദ്ദേഹത്തെ പാലായിലെ സെൻറ്റ് തോമസ് കോളേജ് ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നു. സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എന്ന വിഷയമായിരുന്നു. ഫെബ്രുവരി 5 നടക്കേണ്ട പരിപാടിയിലേക്ക് ക്ഷണം ലഭിക്കുകയും അങ്ങനെ അതിന് തയ്യാറാവുകയും നോട്ടീസുകൾ അടിച്ചിറക്കുകയും ചെയ്ത ശേഷം പെട്ടെന്ന് സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടാകുന്നു. വാദ പുരുഷനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷണം ഒഴിവാക്കിയതായി അദ്ദേഹത്തിന് മെയിൽ ലഭിക്കുന്നു. ഇക്കാര്യം അറിയിച്ചുകൊണ്ട് വിനോദ് കെ ജോസ് തന്നെയാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരം ഒരു വിവരം അറിയിക്കുന്നത്. തൻ്റെ ഇൻവിറ്റേഷൻ ക്യാൻസൽ ചെയ്തതിലൂടെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യം എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് ഒരു ലെക്ചർ ആവശ്യമില്ലാത്ത വിധം ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് കാരവൻ മാഗസിൻ്റെ എഡിറ്റർ എന്ന വിനോദ് കെ ജോസ് തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ അറിയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരിക്കാം അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷമോ ഇല്ലാത്ത ഒരു വിവാദ നായക പരിവേഷം എപ്പോഴാണ് കൈവന്നത് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി വിവാദ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയപ്പോൾ അത് ഭരണപക്ഷത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അന്ന് അദ്ദേഹം ഉദ്ധരിച്ചത് ദ കാരവൻ മാഗസിനായിരുന്നു. ആ അർത്ഥത്തിൽ ദ കാരവൻ മാഗസിൻ്റെ പരാമർശം പാർലമെൻറ്റിൽ നടക്കുന്നതോടുകൂടി വീണ്ടും വിനോദ് കെ ജോസിനെ ഇഷ്ടമില്ലാത്ത ഒരാളെ തങ്ങളുടെ കലാലയത്തിലേക്ക് ക്ഷണിച്ച് മോദിയുടെയും BJPയുടെയും അപ്രീതി സമ്പാദിക്കേണ്ടതില്ല എന്ന് സഭയും മാനേജ്മെൻറ്റും കരുതുന്നതിൽ തെറ്റു പറയാനില്ല. എപ്സ്റ്റീൻ ഫയലുകൾ കണ്ട് മോദി ഭയപ്പെട്ടതുപോലെ EDയെ കണ്ട് സഭയും പലപ്പോഴും ഭയപ്പെട്ടു പോവുകയാണ്. ജനാധിപത്യത്തിൽ തുറന്ന സംവാദത്തിന് അവസരമില്ലാതാകുമ്പോൾ ഒരു അടഞ്ഞ സമൂഹമായി, ഇരുണ്ട സമൂഹമായി നാം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിയോജിക്കാനുള്ള പൗരൻ്റെ അവകാശമാണ് കോളേജ് നിഷേധിച്ചിരിക്കുന്നത്. യഥാർത്ഥ ലോകത്ത് ജനാധിപത്യം എങ്ങനെയാണ് വ്യവഹരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന ബോധവും ജനാധിപത്യ ജാഗ്രതയും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകാനാണ് ഇത്തരം പരിപാടികൾ സ്വാഭാവികമായി സംഘടിപ്പിക്കുന്നത്. ചിന്തയുടെയും വിമർശനത്തിൻ്റെയും തുറന്ന ഒരു കലാലയമായി മാറാതെ അടഞ്ഞ സമൂഹമായി മാറ്റാൻ വേണ്ടിയാണ് ഇത്തരം മാനേജ്മെൻറ്റുകൾ ശ്രദ്ധിക്കുന്നത്. ഒരു രാത്രിയിൽ ഇല്ലാതാകുന്നതല്ല ജനാധിപത്യം. ഇത്തരം ഭയപ്പാടുകളിൽ നിന്നാണ് ജനാധിപത്യത്തിൻ്റെ അസ്തമയം ആരംഭിക്കുന്നത്. സംവാദത്തിന് പകരം ഭയമാണ് സ്ഥാപനങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ ജനാധിപത്യം അങ്ങനെയാണ് മരിക്കുക. ജനാധിപത്യം ഒരൊറ്റ രാത്രിയിൽ മരണപ്പെടുന്നതല്ല, ഇല്ലാതാവുന്നതല്ല. സംവാദത്തിന് പകരം ഭയവും വിഹ്വലതയും കീഴടങ്ങലുമാണെങ്കിൽ അങ്ങനെയാണ് ജനാധിപത്യം അസ്തമയത്തിലേക്ക് പോവുക. ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കുന്നതിന് മുമ്പ് പൗരന്മാർക്കിടയിൽ ഇത്തരം ചർച്ചകളെക്കുറിച്ചുള്ള ഭയമുണ്ടായാൽ അത് തന്നെ ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിൻ്റെ തുടക്കമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാതൃകാപരമായ പ്രോഗ്രസീവായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ ഒരു ക്യാമ്പസ്, ഒരു കോളേജ് ഈ സമീപനം സ്വീകരിക്കുമ്പോൾ ഇന്ന് വരെ നമ്മൾ ആർജിച്ചെടുത്ത, പുലർത്തിയ, സ്വീകരിച്ചു വന്ന ജനാധിപത്യ സമീപനങ്ങൾക്ക് മതേതര ബോധത്തിന് ഇളക്കം തട്ടുന്നു എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഭൂരിപക്ഷ സമ്മർദ്ദത്തിൻ്റെ മെജോറിറ്റേറിയൻ പ്രഷർ നമ്മുടെ സ്ഥാപനങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു, സംഘടനകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു, മതസ്ഥാപനങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു, സഭകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. ഇത് ഒരു ലെക്ചർ ക്യാൻസലേഷൻ മാത്രമല്ല, ജനാധിപത്യ സംവാദത്തെ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലും രൂപപ്പെട്ടു വരുന്നു എന്നതിൻ്റെ നിദർശനമാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.